വൈക്കം ടൗൺ റോട്ടറി ക്ലബിന്റെയും തൃപ്പൂണിത്തുറ ശാഖ ഇന്ത്യൻ ദന്തൽ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ദന്തബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ടൂത്ത് ബ്രഷ് 2025 എന്ന പേരിൽ പള്ളിപ്രത്തശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ 300 കുട്ടികൾക്കായി സൗജന്യ ബ്രഷും പേസ്റ്റും വിതരണം ചെയ്തു. വൈക്കം ടൗൺ റോട്ടറി ക്ലബിന്റെയും ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ തൃപ്പൂണിത്തുറ ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പള്ളിപ്രത്തശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതായിരുന്നു ടൂത്ത് ബ്രഷ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാർ. NK സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച സെമിനാർ ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോയ് മാത്യു ആണ് ഉദ്ഘാടനം ചെയ്തത്. ദന്ത സംരക്ഷണത്തിന്റെയും നല്ല ബ്രഷിംഗ് രീതിയുടെയും ആവശ്യകതയെക്കുറിച്ച് ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ തൃപ്പൂണിത്തുറ ശാഖ പ്രസിഡന്റ് ഡോക്ടർ അനൂപ് കുമാർ ക്ലാസ് എടുത്തു. നമ്മൾ പല്ല് തേക്കുമ്പോൾ എപ്പോഴും കണ്ണാടി നോക്കി പല്ല് തേക്കണം. കണ്ണാടി നോക്കി പല്ല് തേക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പല്ല് വൃത്തിയായോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. രണ്ട്, ഏതെങ്കിലും പല്ലിന് കേടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അച്ഛനോടും അമ്മയോടും പറയാനും അത് സമയങ്ങളിൽ ചികിത്സിക്കാനും നമുക്ക് സാധിക്കും. കാരണം പല്ല് നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഷെറിൻ മരിയ, CDH കൺവീനർ ഡോക്ടർ അഭിനയ ശ്രീധർ, ക്ലബ് സെക്രട്ടറി KS വിനോദ്, NV സ്വാമിനാഥൻ, സിറിൽ J മഠത്തിൽ, റാണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ച സെമിനാറിൽ സ്കൂളിലെ 300 കുട്ടികൾക്കായി ബ്രഷും പേസ്റ്റും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, വൈക്കം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.